അപ്പോൾ ഇന്നാണ് ചേച്ചിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 ദിവസമായി. ബട്ട് ഇപ്പോഴാണ് ഞങ്ങൾക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്തിടാൻ ടൈം കിട്ടിയത്. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ ഒരു ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് എല്ലാവർക്കും ഉള്ളതല്ലേ. അങ്ങനെ ഞങ്ങളും കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് ഡ്രസ്സ് എടുക്കാനായിട്ട് പോയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് തലേ ദിവസം കല്യാണമായിട്ട് പോകാൻ പറ്റിയില്ല. എന്നിട്ട് എടുത്ത ഡ്രസ്സാണെങ്കിലോ അത് ഞങ്ങൾക്ക് കല്യാണത്തിനൊന്നും ഇടാനും പറ്റിയില്ല. കാരണം വേറെ ഒന്നുമല്ല, ഷോപ്പിൽ വെച്ച് ഇട്ട് നോക്കാനായിട്ട് അവർ പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് ടൈം ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ വന്നിട്ടാണ് ഇട്ട് നോക്കിയത്. വീട്ടിൽ വന്ന് ഇട്ട് നോക്കിയപ്പോൾ അത് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമായില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞങ്ങൾ കല്യാണത്തിന് പോയത്. അവിടെ എത്തിയപ്പോഴാണെങ്കിൽ ചേച്ചി അമ്പലത്തിലേക്ക് ജസ്റ്റ് ഇറങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. അത് കാരണം ഞങ്ങൾ നേരെ അമ്പലത്തിലേക്കാണ് പോയത്. അവിടെ ചെന്നൊന്ന് തൊഴുത് ഇറങ്ങിയപ്പോഴത്തേനും ചേട്ടനും വീട്ടുകാരൊക്കെ വന്നു. അങ്ങനെ ചേച്ചിയും ചേട്ടനും അമ്പലത്തിലേക്ക് കയറി. ചേച്ചിൻ്റെ സാരീൻ്റെ കളർ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പ്രത്യേകിച്ച് ആ കണ്ണിൽ ലെൻസൊക്കെ വെച്ചിട്ട് അടിപൊളിയായിരുന്നു ലുക്ക് കാണാനായിട്ട്. ഇൻസ്റ്റയിൽ പല ബ്രൈഡും ഇങ്ങനെ വെറൈറ്റി കളർ സാരിയൊക്കെ കൊടുത്ത് കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കളർ സാരി കൊടുത്തൊരു ബ്രൈഡിനെ ഞങ്ങൾ കാണുന്നത്. എന്തായാലും ഹോൾ ലുക്ക് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഈ നടുക്ക് നിൽക്കുന്നതാണ് ചേച്ചീൻ്റെ ബ്രദർ. അങ്ങനെ മുഹൂർത്തമായി, താലികെട്ടും നടന്നു. അത്യാവശ്യം നല്ലോണം ടൈം ഉണ്ടായിരുന്നു. ആ ഒരു മുഹൂർത്തത്തിനുള്ളിൽ തന്നെ എല്ലാ ചടങ്ങും കഴിഞ്ഞു. ഞങ്ങളിന്ന് ഏറ്റവും ബാക്കിലായതുകൊണ്ട് താലി കെട്ടുന്ന വീഡിയോസ് കിട്ടിയില്ലെന്നായിരുന്നു ഇത്. പക്ഷെ അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. സാധാരണ അങ്ങനെയൊന്നും കിട്ടാറില്ല. പിന്നെ പിള്ളേര് ചേച്ചിക്കും ചേട്ടനും ബൊക്കെയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ശാന്തി അവരോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഹാളിലോട്ട് പോയി. ഈ അമ്പലത്തിൻ്റെ തന്നെ ഹാളിലായിരുന്നു ബാക്കി പരിപാടി. വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ തന്നെയായിരുന്നു കെട്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് നടന്നു വരാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കെട്ടൊക്കെ കഴിഞ്ഞിട്ട് ചേച്ചിയും ചേട്ടനും ഫോട്ടോസ് എടുക്കാനായിട്ട് പോയി. അത് കഴിഞ്ഞിട്ടാണ് അവർ ഹാളിലോട്ട് വന്നത്. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴാണെങ്കിൽ ബ്രൈഡിനെ ഗ്രൂമിനെ കൊണ്ടുവരാനുള്ള എന്തോ ഒരു പൂവിൻ്റെ ഒക്കെ ഒരു സാധനം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കെൻ്റെ പേരറിയില്ല. ഞങ്ങളത് പലയിടത്തും കണ്ടിട്ടുണ്ട്. പിന്നെ എല്ലാവരും താലമൊക്കെ ആയിട്ട് ബ്രൈഡിനെ ഗ്രൂമിനെ വരവേൽക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയി. ഞങ്ങളിരുന്നത് അപ്പുറത്തെ സൈഡായതുകൊണ്ട് ഞങ്ങൾക്ക് മര്യാദക്ക് എടുക്കാൻ പറ്റിയില്ല വീഡിയോസ്. പക്ഷേ നല്ലോണം കാണാൻ പറ്റി. എന്നാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ അവർ സ്റ്റേജിലോട്ട് കയറി. പിന്നെ പറയണ്ടല്ലോ, ഫുൾ ഫോട്ടോ എടുക്കലായിരുന്നു. ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ കുഞ്ഞിലെ തൊട്ട് കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഫോട്ടോസ് എടുക്കാനൊന്നും അങ്ങനെ കയറാറില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കല്യാണത്തിനൊക്കെ ഫോട്ടോ എടുക്കാൻ കയറാൻ ഭയങ്കര മടിയാണ്. അമ്മ ഞങ്ങളെപ്പോഴും ഉന്തിത്തള്ളി വിടുവാണ് ചെയ്യാറ്. എന്നാലും ഞങ്ങൾ കയറാറില്ല. ആരെങ്കിലും കൂടെ കയറുക ചെയ്യാറ്. ഇപ്രാവശ്യം ഞങ്ങൾ ആദ്യമായിട്ട് ഒരാളെ വിളിച്ചുകൊണ്ട് പോയി ഫോട്ടോസ് എടുക്കാനായിട്ട് സ്റ്റേജിലോട്ട് കയറി. ഞങ്ങൾ മടിഞ്ഞിരിക്കുമായിരുന്നു. പിന്നെ എന്തായാലും എടുക്കണ്ടേ എന്ന് ഞങ്ങൾ കയറിയതാണ്. ഞങ്ങൾ സ്റ്റേജിലോട്ട് കയറിയപ്പോൾ വീഡിയോ എടുക്കണം നമ്മോട് പറയാനായിട്ട് മറന്നും പോയി. അമ്മ വീഡിയോ എടുക്കാനായിട്ട് വില്ലേജിൻ്റെ ഫോൺ കൊടുത്തു. പക്ഷേ വീഡിയോ ആണ് എടുക്കേണ്ടതെന്ന് വില്ലേജിനോട് പറഞ്ഞില്ല. അതുകൊണ്ട് വില്ലേജ് ഫോട്ടോ ആണ് എടുത്ത് വെച്ചത്. എന്തായാലും വീഡിയോ ഇല്ലാത്ത കാരണം എടുത്ത ഫോട്ടോ ഞങ്ങളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ചേച്ചി പോകാനായിട്ട് ഇറങ്ങി. പാവം അത്യാവശ്യം നല്ലോണം കരഞ്ഞു. നല്ല സങ്കടമായിട്ടുണ്ടായിരുന്നു അതിന്. ഞാൻ വീഡിയോ എടുക്കണ്ടെന്നൊക്കെ വിചാരിച്ചതാ. പക്ഷേ വ്ളോഗിൽ ഇടണമല്ലോ എന്ന് കരുതി വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചേച്ചിയും ചേട്ടനും വീട്ടിലോട്ട് ഇറങ്ങി. പിന്നെ ഞങ്ങൾ അവരിറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സദ്യ കഴിക്കാനായിട്ട് ഇരുന്നു. സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വേഗം വീട്ടിലോട്ട് ഇറങ്ങി. കാരണം ഞങ്ങൾക്ക് കല്യാണത്തിനിടാൻ എടുത്ത ഡ്രസ്സ് എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അത് ഇന്ന് തന്നെ അവർ മാറ്റി തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം തന്നെ അങ്ങോട്ടേക്ക് പോയി. ബാക്കി ഫംഗ്ഷൻ്റെ വീഡിയോസൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ